LDF-ന്റെ എത്ര കൗൺസിലർമാർ ചികിത്സയിലുണ്ട്? ഇപ്പോൾ 6 പേര് ചികിത്സയിലുണ്ട്. ഞാൻ അത്ഭുതപ്പെടുകയാണ്. അക്രമകാരികൾ അക്രമമെല്ലാം നടത്തിയതിന് ശേഷം ഇവിടെ ചികിത്സ തേടി എത്തുകയാണ്. അവരെ LDF-കാർ ആക്രമിച്ചുവെന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രചാരണ തന്ത്രമായിട്ടല്ലാതെ ഇതിനെ വേറെ ഏതെങ്കിലും രൂപത്തിൽ കാണാൻ വേണ്ടി സാധിക്കുമോ? യഥാർത്ഥത്തിൽ നമ്മുടെ ദൃശ്യമാധ്യമ പ്രവർത്തകരെല്ലാം തന്നെ ആ ഇടനാഴിയിലുണ്ടായിരുന്നതാണ്. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് നിങ്ങളെല്ലാം കണ്ടതാണ്. എല്ലാ ദൃശ്യമാധ്യമ പ്രവർത്തകന്മാരും കണ്ടതാണ്. ഒരു കൂട്ടത്തോടുകൂടി മേയറുടെ നേതൃത്വത്തിൽ ഒരു വറ്റം ആളുകൾ കടന്നു വന്ന് അവിടെ സമാധാനപരമായിട്ട് സത്യഗ്രഹം നടത്തിയിരുന്ന ആളുകളുടെ മേൽക്ക് ചാടി വീഴുകയായിരുന്നു. അവരെ ചവിട്ടി വീഴ്ത്തുകയായിരുന്നു. അവരുടെ പുറത്തേക്ക് വീണ്ടും വീണ്ടും വീഴുക, അങ്ങനെയൊക്കെയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ സുരേന്ദ്രൻ കാര്യം മനസ്സിലാക്കാതെ പറയുന്നതാണ്. നിങ്ങൾ മാധ്യമപ്രവർത്തകർ ഇതെല്ലാം കണ്ടതാണ്. LDF കൗൺസിലർമാർ പണ്ട് കാലത്തെന്നതുപോലെ എല്ലാ കാലത്തും ആ ഇടനാഴിയിലും മുദ്രാവാക്യം വിളിയും സത്യഗ്രഹമൊക്കെ നടക്കാറുണ്ട്. വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളെ ആസ്പദമാക്കി ഭരണത്തെ തന്നെ തകർക്കുന്ന നിലയിൽ അങ്ങോട്ട് ആളുകൾക്ക് എത്താൻ കയറി ചെല്ലാൻ കഴിയാത്ത രീതിയിലുള്ള സമരമുറകളാണ് ഉണ്ടായത്, അക്രമങ്ങളുണ്ടായത്. അവിടേക്ക് എത്തുന്ന മറ്റ് സാധാരണക്കാരായ ആൾക്കാരെ പോലും മേയറെ കാണാനോ അല്ലെങ്കിൽ മറ്റു ഉദ്യോഗസ്ഥരെ കാണാനോ അനുവദിക്കാത്ത രീതിയിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ അങ്ങ് മാത്രം പറയുന്നതാണ്, ജനം TV മാത്രം പറയുന്നൊരു കാര്യമാണ്. ബാക്കി മാധ്യമങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്നതാണ്. അവിടെ ഒരാൾക്കൊരു തടസ്സം ഉണ്ടായില്ല. ഇവരെല്ലാം ഇവിടെ ദീപകിൻ്റെ നേതൃത്വത്തിൽ അവരെല്ലാവരും സത്യഗ്രഹ സമരം നടത്തുമ്പോൾ കൗൺസിലർമാർ, BJP കൗൺസിലർമാർ അതുവഴി കടന്നുപോയി. അതുപോലെ തന്നെ ചെയർമാൻമാർ അതുവഴി കടന്നുപോയി. അവരെ വളരെ വളരെ സ്നേഹത്തോടു കൂടി അവരെ അതുവഴി കടത്തിവിടുകയാണ്. ആരെയും തടസ്സപ്പെടുത്തുന്ന ഒരു നിലയുണ്ടായിരുന്നില്ല. മേയർ വരുമ്പോഴും മേയറുടെ മുറിയിലേക്ക് കടന്നു പോകുന്നതിന് തടസ്സക്കാരായിട്ട് ഒരിക്കലും ഇവർ നിൽക്കുമായിരുന്നില്ല. മേയർ കരുതി കൂട്ടി ഒരുപറ്റം ആളുകളെയും കൂട്ടി അവർ വന്നിട്ട് അങ്ങനെ ആക്രമിച്ചങ്ങ് കയറുകയായിരുന്നു. അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല. മേയറെ കടത്തിവിട്ടില്ലെങ്കിൽ മാത്രമല്ലേ അവിടെ പോലീസുണ്ട്, പോലീസിനുണ്ടെങ്കിൽ അവരെ നീക്കം ചെയ്യാം. അല്ല, അത് അവിടെ നിങ്ങളില്ലാതിരുന്നുകൊണ്ടാണ് നിങ്ങൾ ആ കാര്യം കാണാത്തത്. ഇവരെല്ലാവരും അവിടെ ഉണ്ടായിരുന്നവരാണ്. താങ്കൾ ഒഴിച്ച് ബാക്കി മുഴുവൻ ആളുകൾ അവിടെ ഉണ്ടായിരുന്നതാണ്. എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യം എല്ലാവരും കണ്ടതാണ്. അവിടെ സമാധാനപരമായിട്ടുള്ളൊരു സത്യഗ്രഹം നടക്കുന്നു. ആ സത്യഗ്രഹത്തോട് മാന്യത കാണിക്കാനായിട്ട് മേയർ തയ്യാറായില്ല. അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരാണ് ആ സത്യഗ്രഹം കിടക്കുന്നത് എന്ന് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ മേയർ ഒരിക്കലും ഇങ്ങനെ പെരുമാറുമായിരുന്നില്ല. നമ്മുടെ തലസ്ഥാന നഗരിയിൽ ഈ കോർപ്പറേഷനിൽ ഒരുപാട് മേയർമാരുണ്ടായിട്ടുണ്ട്. അവരാരും ഇങ്ങനെ പ്രവർത്തിച്ചിട്ടില്ല. ഈ മേയർ ഇനിയും അങ്ങനെ പ്രവർത്തിക്കാൻ വേണ്ടി പാടില്ലെന്നാണ് ഞാൻ പറയുന്നത്. മിസ്റ്റർ രാജേഷിനോടുള്ള എൻ്റെ സ്നേഹപൂർവ്വമായിട്ടുള്ള അഭ്യർത്ഥനയാണ്. ഇങ്ങനെ ഗുണ്ടായിസം കൊണ്ടൊന്നും ഈ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ വേണ്ടി സാധിക്കില്ല. അദ്ദേഹം വിചാരിക്കുന്നത് BJP-കാരെയോ RSS-കാരെയോ കുറച്ച് ഗുണ്ടകളെയൊക്കെ കൊണ്ടുവന്ന് ഈ എല്ലാവരെയും തല്ലി ഒതുക്കി ചവിട്ടി വീഴ്ത്തി എല്ലാം റെഡിയാക്കി അങ്ങോട്ട് ഭരിക്കാമെന്ന് കരുതിയാൽ യഥാർത്ഥത്തിൽ അദ്ദേഹം വിട്ടുകളുടെ സ്വർഗ്ഗത്തിൽ ജീവിക്കുന്നതാണ്. അങ്ങനെയൊന്നും ചെയ്യരുത്. ജനാധിപത്യത്തെ മാനിക്കാനായിട്ട് അദ്ദേഹം തയ്യാറാവണം. ജനാധിപത്യപരമായ മര്യാദ അദ്ദേഹം കാട്ടണം. ജനാധിപത്യ സമരം അങ്ങനെയാണ്. അവിടെ മുദ്രാവാക്യം വിളിച്ചിരിക്കുക ഒരിക്കലുമല്ല. അക്രമം നടത്തിയത് മേയറുടെ നേതൃത്വത്തിൽ BJP-യുടെ സംഘമാണെന്നുള്ളത് ഇല്ല. ഭരണപക്ഷം പ്രതിപക്ഷത്തെ ആക്രമിച്ച് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. നിങ്ങൾ ഇത് ഏത് ലോകത്താണ് ജീവിക്കുന്നത്? പണ്ട് കാലത്താണെങ്കിൽ ഇതൊന്നും കണ്ടില്ലെന്ന് പറയാം. നിങ്ങൾ പറയുന്നത് കണ്ടവർ ഇവർ പറയട്ടെ. നിങ്ങളൊഴിച്ച് ഈ മാധ്യമങ്ങൾ ആരെങ്കിലും പറയട്ടെ. ജനമെന്ന് പറയുന്ന ഈ മാധ്യമം ഒഴിച്ച് ഇവരാരെങ്കിലും അങ്ങനെ പറയട്ടെ. പറയുകയാണെങ്കിൽ ഞങ്ങൾ സമ്മതിച്ചു തരാം. നിങ്ങൾക്കത് പറയേണ്ടി വരും. കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ തെറ്റ് ചെയ്തവരാണ്, അതിനെ ന്യായീകരിക്കുന്നവരാണ്. ഓക്കെ.